ഇവിടെ എല്ലാവരും പെരയ്ക്ക കൊതിയന്മാരാണ്. അതുകൊണ്ട് ചെറിയ വന്ന് തുടങ്ങുമ്പോഴേ ഞങ്ങൾ ചാച്ചനോട് ചോദിച്ചു തുടങ്ങും പഴുക്കാറായോ എന്ന്. നിങ്ങളും അങ്ങനെയാണോ? നമ്മുടെ റുട്ടീനിലല്ലാത്ത എന്നാൽ ചെയ്യണമെന്ന് മാറ്റിവെച്ചേക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ഫിനിഷ് ചെയ്യുന്നത് സൺഡേ ആയിരിക്കുമല്ലോ അല്ലേ? ഇവിടെയും ഇന്ന് അങ്ങനെ ഒരു സൺഡേ ആണ്. രാവിലെ തന്നെ സോഫ കവേഴ്സൊക്കെ മാറ്റി വാഷ് ചെയ്യാനിട്ടു. ഈ കുഷ്യൻസൊക്കെ ഒന്ന് വെയിൽ കൊള്ളിക്കാം. നല്ല വെയിലുള്ളത് കൊണ്ട് ഒരുപാട് വൈകിക്കാതെ നമുക്കങ്ങ് എടുക്കുകയും ചെയ്യാം. ഇടയ്ക്കിങ്ങനെ കർട്ടൻസ് ചേഞ്ച് ചെയ്യുന്നത് റൂമിൻ്റെ മൂഡ് തന്നെ ചേഞ്ച് ആക്കുമെന്നാണ് പറയുക. പിന്നെ നമുക്കൊരു റിഫ്രഷ്മെൻറ്റും ആകും. ഞാൻ ഒറ്റയ്ക്ക് സ്റ്റാർട്ട് ചെയ്തതാണെങ്കിലും തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പ്രശാന്തും കൂടി വന്നു. ഒരുമിച്ചായപ്പോൾ ഞങ്ങൾക്ക് നല്ല എനർജിയുമായി ഉത്സാഹവുമായി. അങ്ങനെ പരിപാടി വേഗം കഴിഞ്ഞു. നല്ലൊരു ആത്മസംതൃപ്തിയോടെ ഞാൻ മമ്മിയുടെ കൂടെ കിച്ചണിലേക്കും പ്രശാന്ത് കാർ കഴുകാനായി പുറത്തേക്കും പോയി. ഇവിടെ പ്രശാന്ത് വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒന്നാണ് ഈ കാർ വാഷ്. ഈ ആണുങ്ങൾക്ക് എന്ത് ചെയ്യണമെങ്കിലും ഇടയ്ക്ക് നമ്മളെ ഒന്ന് വിളിച്ച് ബുദ്ധിമുട്ടിക്കണമല്ലോ. മോട്ടോർ ഓൺ ചെയ്യാനും പൈപ്പ് മാറ്റാനും ഒക്കെ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ആ കൂട്ടത്തിൽ നമ്മൾ രാവിലെ പറിച്ച പേരയ്ക്കൂടെ കൊണ്ട് കൊടുക്കാമെന്ന് ഞാൻ ഓർത്തു. ഇവിടെ അകത്ത് രൂപക്കൂട് വൃത്തിയാക്കുവാണ് ചാച്ചൻ. സൺഡേ ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ച ചാച്ചൻ്റെ പെൻഡിങ് വർക്കായിരിക്കും ഇതെന്ന് ഞാനങ്ങ് ഊഹിച്ചു. ഊണ് കഴിഞ്ഞാൽ നന്നായി ഒന്ന് റെസ്റ്റ് എടുക്കണം. സോ ബൈ, സീ യു നെക്സ്റ്റ് ടൈം.